എവറി പേഷ്യൻറ്റ് ഹാസ് ദ റൈറ്റ് ടു നോ അബൌട്ട് ദിയർ ഡയഗ്നോസിസ്, അവർക്കുള്ള ടെസ്റ്റുകൾ, മെഡിസിൻ്റെ സൈഡ് ഇഫക്ട്സ് എക്സെട്ര അവരവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട്സ്, MCIയുടെ കോഡ് ഓഫ് എത്തിക്സ്, പേഷ്യൻ്റ് ചാർട്ടർ ഓഫ് NABH, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഇതെല്ലാം ഉണ്ട്. പല കൾച്ചേഴ്സ് ഇൻക്ലൂഡിങ് നമ്മളുടേതിൽ ഇങ്ങനെ രഹസ്യമായിട്ട് വെച്ച് പേഷ്യൻറ്റിനെ വിഷമിപ്പിക്കണ്ട എന്നൊക്കെ ഉള്ളൊരു ഇമോഷനിൽ പറയാതിരിക്കുക അവരുടെ അടുത്ത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദിസ് ഇസ് ജെൻഡേർഡ് ആസ് വെൽ. ദിസ് ഇസ് ബയസ് ടുവേർഡ്സ് വിമൻ. സ്ത്രീകളെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തവരും സീരിയസ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തവരുമായിട്ട് കാണുന്നത് ഇന്നും നടക്കുന്ന കാര്യമാണ്. ആൻഡ് 2025 പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്തായാലും എൻ്റെ ഫാമിലിയുടെ അടുത്ത് തുടക്കത്തിലെ പറഞ്ഞൊരു കാര്യമായിരുന്നു, എന്താണേലും ഇപ്പം ഞാനില്ലാതെ തന്നെ ഡോക്ടർ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ എന്നോട് വന്നത് വള്ളിപ്പുള്ളി വിടാതെ പറയണം എന്നുള്ളത്. അപ്പോൾ അടുത്ത ഡോക്ടർ വിസിറ്റിന് ഡു നോട്ട് ഫർഗെറ്റ് ദിസ്, റൈറ്റ്? ബൈ.